എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുമാർ ളാഗടിയാറന്മുള. എല്ലാവർക്കും ആറന്മുളേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുന്നേ 2 എപ്പിസോഡുകളിൽ ബാലലീലയുടെ സ്തുതിപ്പുകളുടെ വരികൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കിയുണ്ടായി. ഇന്ന് ഞാൻ ആ വരികൾ ജസ്റ്റ് ഒന്ന് പാടിയിടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻപാട്ട് പാടാൻ മകൻ ഇന്നിവിടെ ഇല്ല, അതുകൊണ്ട് വരികൾ മാത്രം ജസ്റ്റ് ഒന്ന് പാടി പോവുകയാണ്. വായ്ത്താരിയും എടുക്കുന്നില്ല, വരികൾ മാത്രം. അത് എങ്ങനെയാണ് പാടേണ്ടത് എന്നൊന്ന് കാണിച്ചു തരികയാണ്. അപ്പം തുടങ്ങാം. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ദേവദേവൻ ജഗന്നാഥൻ ദേവകി നന്ദനൻ കൃഷ്ണൻ ദേവരാമാനുജൻ ശാർങ്ങി ജഗന്നീവാസൻ ദൈ ക്ഷീരവാരാനിധി മധ്യേ ശ്രീ അനന്തൻ തന്മേൽ ശ്രീദേവിയും ഭൂദേവിയും സാഹിതനായി ശ്രീമുനി നാരദനാദി മാമുനിമാർ സേവ ചെയ്തും ശ്രീപതി രാമ രാമേതി നാമാവും പൂണ്ടൂതൈ ഇപ്രകാരം ശയിക്കുന്ന പത്മനാഭൻ ഭൂമി തന്നിൽ ദുഷ്ടരായ പ്രജകളെ വധിപ്പാനായി ദ്വാപരമാം യുഗത്തിങ്കൽ മധുരയാം പൂരി തന്നിൽ ദേവകി നന്ദനനായി ജനിച്ചു കൃഷ്ണൻ തൈ. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. അപ്പം മകൻ സ്കൂളിൽ പോയതുകൊണ്ടാണ് പിൻപാട്ട് പാടാതും വായ്ത്താരിയില്ലാതും ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് എങ്ങനെയാണിത് പാടേണ്ട ഉച്ചാരണം എങ്ങനെയൊക്കെയാണ് എന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ അത് ഇതിന് ശേഷം ഇതിൻ്റെ കഥയുടെ ബാക്കി നല്ല നല്ല ഭാഗങ്ങൾ 10 വരികൾ വെച്ചുള്ളത് വരികൾ പറഞ്ഞു വന്നതിന് ശേഷം പാടി കേൾപ്പിക്കുന്നതായിരിക്കും. ഇന്നിപ്പം ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. എല്ലാവരും കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് ഈ പഠിക്കുന്ന കുട്ടികളിലേക്ക് എത്തിക്കുക, ഉപകാരം ഉള്ള കുട്ടികളിലേക്ക്. ഇപ്പം നിങ്ങൾക്ക് പ്രായമുള്ള ആളുകൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഈ താല്പര്യമുള്ള കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും തിരുവാറുമുളയപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.